എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് കേബിൾ വയറൊക്കെ ചുറ്റി വരുന്ന ഒരു സാധനമാണ്. ഇതായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടാവുന്ന റോട്ടിലൊക്കെ എടുക്കുന്ന ബിയർ ബോട്ടിൽ കൊണ്ട് എങ്ങനെ നല്ല ഭംഗിയുള്ളൊരു സാധനം ചെടി വെക്കുന്ന ക്രാഫ്റ്റ് ഉണ്ടാക്കാം എന്നാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഇതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം. അപ്പം ഞാൻ പെയിൻ്റ് അടിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കാണിക്കാം. അപ്പം നമ്മൾ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ അടിയിൽ പെയിൻ്റ് അടിച്ചിട്ടില്ല. എന്താ കാരണം ഇങ്ങനെ വെക്കുന്നതാണ് അടിയിൽ. ഇവിടെയൊക്കെ നമ്മൾ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഡ്രില്ല് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുന്ന സാധനങ്ങളൊക്കെ വെക്കാനുണ്ട്. അപ്പം ഞാൻ വെച്ചിട്ട് കാണിക്കാം. അപ്പം നമ്മൾ ഡ്രില്ല് ചെയ്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിലാണ് ഡ്രില്ല് ചെയ്തിരിക്കുന്നത്, കുപ്പിയുടെ അളവ് വെച്ചിട്ട്. അപ്പോൾ ബുഷും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും വെക്കാം, മരക്കഷ്ണം അങ്ങനെ എന്തെങ്കിലും വെക്കാം. ഞാൻ പൈപ്പും വെച്ചിട്ടുണ്ട്. അത് ഇവിടെ ചെടി വെച്ചാൽ അങ്ങനെ തൂങ്ങിക്കാനാണ്. അപ്പോൾ പിന്നെ ബോട്ടിൽമ കുറച്ച് ക്രാഫ്റ്റൊക്കെ ചെയ്യാനുണ്ട്. അത് നമുക്ക് ക്രാഫ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഉമ്മമാരുടെ സാരിമെന്ന് അങ്ങനെ എന്തെങ്കിലും പഴയ സാരിയാട്ടം ഉണ്ടെങ്കിൽ അതിമെന്ന് എടുത്താൽ മതി. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ എടുത്തിട്ടൊന്ന് ക്രാഫ്റ്റ് ചെയ്താണ്. ഇതിപ്പോൾ 10 എണ്ണം വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ സൗകര്യത്തിന് എന്തെങ്കിലും എത്ര വേണമെങ്കിലും വെക്കാം. അപ്പോൾ നമ്മൾ 10 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ കുപ്പി വെച്ചിട്ട് ചെടി വെക്കണം. അത് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കണം. ചെടിയൊക്കെ വെച്ചിട്ട് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൽ പ്ലാസ്റ്റിക് ചെടിയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മണി പ്ലാന്റ് വെള്ളത്തിൽ ഇടുന്ന ഒക്കെ വെക്കാം. പക്ഷെ ഇതിൽ വൃത്തി എനിക്ക് തോന്നുന്നത് ഇതാണെന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കണും ഷെയറും ഒന്ന് ചെയ്യുക. അതേപോലെ എല്ലാവരും ട്രൈ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം. ബൈ.